ചെമ്പനീർ പൂവിൽ നമ്മുടെ വർഷയും ശ്രീകാന്തും കടുത്ത വാശിയിലാട്ടോ, കെട്ടിയേ മതിയാകും എന്നുള്ളൊരു കടുത്ത വാശിയിലാണ്. അപ്പോൾ നമ്മുടെ വർഷയും ശ്രീകാന്തും കണ്ടുമുട്ടി എന്നുള്ളത് നമ്മുടെ വർഷയുടെ വീട്ടുകാർ അറിഞ്ഞപ്പോൾ നമ്മുടെ വർഷയെ വീട്ടു തടങ്കലിലൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ, ഫോണൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട്. ശേഷം നമ്മുടെ വർഷ പഴയൊരു ഫോൺ മുറിയിൽ നിന്ന് ഇങ്ങനെയോ തപ്പിയെടുക്കുകയും നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ കല്യാണം നടന്നിരിക്കും, നീ പേടിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വർഷയുടെ അച്ഛനും നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛനും തമ്മിൽ കണ്ട് സംസാരിക്കുന്നുണ്ട് രംഗമാട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛൻ നമ്മുടെ വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ഈ കല്യാണം നടത്തിക്കോ മകളുടെ, എൻ്റെ മകനായിട്ട് നിങ്ങളുടെ മോളുടെ വിവാഹം എന്താ പറയുക തടസ്സമാക്കുകയില്ല, എൻ്റെ മകനായിട്ട് നിങ്ങൾക്കൊരു ശല്യവും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര പാരൻസിന് ഭയങ്കര വിശ്വാസം. നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛനും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഭയങ്കര വിശ്വാസമാണ്, ഇനി ചതിക്കപ്പെടുമല്ലോ, ചതിക്കപ്പെട്ടു എന്ന് പിന്നീട് അറിയുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ അത് ഭീകരം തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ കടുത്ത വാശിയിൽ തന്നെയാണ്, വർഷയെ കെട്ടുള്ളൂ എന്നുള്ളൊരു വാശിയിലുമാണ്. അതിനപ്പുറം നമ്മുടെ സച്ചി എവിടെയൊക്കെ ഓട്ടത്തിന് പോയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതിയുമായിട്ട് ഭയങ്കര ഫോണിൽ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുക, അവരുടെ ചെറിയതായിട്ടുള്ള ഒരു റൊമാൻസ് ഒക്കെ ആട്ടോ. ശേഷം നമ്മുടെ സച്ചി ഒരു ദൂരയാത്രയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി യാത്രയാക്കുന്നൊരു രംഗം ആട്ടോ. ഇനി സച്ചി എത്ര ദിവസത്തേക്കായിരിക്കും നമ്മുടെ ചെമ്പനീർ പൂവിൽ നിന്നും തന്നെ പോയതാണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. ഇനി ചെമ്പനീർ പൂവിൽ എത്ര ദിവസം കഴിഞ്ഞായിരിക്കും നമ്മുടെ സച്ചി തിരികെ വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാണേണ്ടി വരും. അതിക്ക് നമ്മുടെ സച്ചി വരണേക്ക് മുമ്പ് നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം കഴിയുമോ, അതും ഒരു ചോദ്യചിഹ്നമാട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.